ഞാൻ പോകേണ്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. നിനക്കിത് എന്ത് പറ്റി സുഹ്റ? എന്നെ കാണുന്നത് നാട്ടിലുള്ളവർക്കും മറ്റൊക്കെ വിരോധാണെങ്കി ഞാൻ പൊക്കോളാം. അങ്ങനെ ഇപ്പൊ വിടാൻ മനസ്സില്ലെങ്കിലോ? ആർക്ക്? എനിക്ക്. അല്ലാതാർക്ക? നീ ഞാൻ കരക്ക് പോകണ്ട. പള്ളിക്കാര് വന്നപ്പോ കാലണ കൊടുക്കാത്തോന മട്ടും ഭാവം കാണുമ്പോ വല്ല കാശുകാരനായിന്ന് തോന്നും. ഏയ് ആള് വെറും പാപ്പരാണെന്ന്. പിന്നെ എന്നാത്തിനാ ഇവനൊക്കെ ഇങ്ങോട്ട് വന്നത്? പ്രേമത്തിന്. മടിനിർത്ത്. ഇക്കരയിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് മജീദിന്റെ പാപ്പ. ഒരാൾക്കില്ലാവായി വരുമ്പോ തള്ളിപ്പറയുന്നത് ശരിയല്ല. കഴിഞ്ഞില്ലേത്? വേഗാവട്ടെ. പട്ടണത്തിലെ ചന്തയിൽ ഇന്ന് തന്നെ ചരക്കെത്തിക്കാനുള്ളതാ. ഇത് കഴിഞ്ഞിട്ട് വേണം കൂപ്പിലെത്താൻ. പാപ്പാനെ പോലെ ഹുങ്ക് കാണിച്ച് ഇവനും കണ്ടിടത്തൊക്കെ കാശ് കൊണ്ട തൊലക്കായിരുന്നാ മതി. അതെ അതെ. എന്താടാ പറഞ്ഞു? അതേടാ ഞാൻ പറഞ്ഞ തന്നെയാ. കണ്ടിടത്തൊക്കെ എന്റെ വാപ്പ കാശ് കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പൊ കുറ്റം അവറാ മുതലാളിക്ക്. സംഗതി കുലുമാലായി. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും. എന്റെ വാപ്പാനെ പറഞ്ഞാലുണ്ടല്ല. ആ വാപ്പ വന്നുണ്ട്. സോറഞ്ഞി അക്കരയ്ക്ക് പോണില്ലെന്ന്. എന്താണ്? അവക്ക് ഇവിടെ തന്നെ നിൽക്കണം. മജീദ് അവളെ കെട്ടിക്കോളാന്ന്. അവൻ എന്തിന്റെ ഭ്രാന്താണ്? വല്ല ജോലിയാ പണിയാ ഉണ്ടാ? ഈ മൂന്നെണ്ണത്തിന്റെ കൂടെ ഞാൻ എങ്ങനെയാണ് അതിനെയും കൂടെ പോറ്റണത്? ഈ യമണ്ടൻ ദുനിയാവിൽ അവന് പറ്റി എന്തെങ്കിലും പണി കാണും. അതെന്തെങ്കിലും പോയി ചെയ്യാൻ പറ. എന്നിട്ട് കെട്ടുകയോ പൊറുപ്പിക്കുകയോ എന്ത് വേണേ ചെയ്യാമല്ല. എന്നെ കൊണ്ട് ആകുകയില്ല. എനിക്ക് വയസ്സായ എല്ലാത്തിനെയും കൂടെ പോറ്റാൻ. അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. പാപ്പാനെയും ഉമ്മാനെയും പോറ്റേണ്ട പ്രായത്തിൽ പുള്ള കളിച്ച് നടക്കണം. എൻ്റെ മകനൊന്നും മനസ്സ് കയറ്റണ്ട. വാപ്പ പറയണേലും കാര്യമില്ലേ? കെട്ടിക്കാറായ 2 പെങ്ങന്മാര് ഈ കുടുംബത്തില്ലേ? സൂറാനെ നീ കെട്ടണമെന്ന് തന്നെയായിരുന്നു എൻ്റെയും മനസ്സിൽ. ഇനി ആലോചിച്ചാലും തെറ്റില്ല. പക്ഷേങ്കിൽ എല്ലാത്തിനും കാശ് വേണ്ടേ മകനെ? എനിക്കറിയാം. പക്ഷെ എങ്ങനെയാണ്? ഞാനൊരു വട്ടം പറയട്ടെ. വൈക്കത്തുള്ള നിന്റെ വാപ്പാടെ കൂട്ടര് വടക്കെങ്ങാണ്ടുണ്ട്. അവരിപ്പ വലിയ നിലയിലാന്ന ഒരു പക്കീരൻ പറഞ്ഞത്. അവരെ ചെന്നൊന്ന് കണ്ട എന്തെങ്കിലും സഹായം ചെയ്യും. നീ ഒന്ന് പോയി കാണണം. ഞാൻ പോയി കാണാമോ? رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون.
കടവിലോട്ട് പോയെന്ന് ഉമ്മ പറഞ്ഞു. ഞാൻ പോവുകയാണ് സൂറ. എങ്ങോട്ട്? അന്യനാട്ടിലെവിടെയെങ്കിലും നമ്മൾ കിനാവ് കണ്ട പോലത്തെ ജീവിതം ജീവിക്കണമെങ്കിൽ പണം വേണം. പോയിട്ട് ആളും പണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വരാം. എന്നിട്ട് പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിടണം. വയസ്സായ വാപ്പാനെ ഉമ്മാനെ നോക്കണം. പിന്നെ നമുക്കും ജീവിക്കണ്ടേ സൂറ? വേണം. ഞാൻ പോയ വീട്ടിലുള്ളവര് ഞാനുണ്ടല്ലോ ഇവിടെ. ഞാൻ പോയിച്ചു വരട്ടെ. എടുത്തു വിടുകയല്ലേ? വിടാം. എന്നാ 5 രൂപയുണ്ട്. ഞാൻ ആ പുത്തമ്പരക്കല കാതനോട് മേടിച്ചതാ. വഴിച്ചെലവിന് എന്തെങ്കിലും വേണ്ടേ? ഈ പ്രാവശ്യം പോയച്ചും വരുമ്പോൾ എനിക്കൊരു കണ്ണാടിയും കൂടെ മേടിച്ചുകൊണ്ട് വരാൻ പറയണം, വെള്ളെഴുത്തിൻ്റെ. ഇത് പഴയതായി. വാപ്പ തന്നതാ വഴിച്ചെലവിന്. വെള്ളെഴുത്തിനുള്ള കണ്ണട മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ് നീ വരുമ്പോ. പാപ്പയുടെ കടങ്ങളെല്ലാം വീട്ടി പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ച് സുഹറയുടെ കൂടെയുള്ള ഒരു ജീവിതം. എല്ലാ വേദനകളിലും മനസ്സിലിട്ട് പെരുപ്പിച്ച അതൊക്കെയായിരുന്നു. യുദ്ധേക്ഷ രാത്രിത്തെ സ്വപ്നം എന്നെ തെരിയെത്തി. പിന്നെ കുറച്ചുനാൾ അഭിജനില്ല മാടി നിൽക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. അത് നന്നായി. ലഹളയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അന്വേഷിച്ച് ഞാനും കുറേ അലഞ്ഞു. താഹുൽ നമ്മുടെ ആശി ഇറങ്ങട്ടെ. ഇനിയും വരണം. സുഹറയ്ക്ക് എഴുതുമ്പോ എന്റെ അന്വേഷണം കൂടെ അറിയിക്കണം. നമസ്കാരം. നമസ്കാരം. ഈ നിലയ്ക്ക് പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ജയിലിലടച്ചും കൊന്നടക്കിയും ഈ രാജ്യത്തെ ജനങ്ങളെ അവർക്ക് എത്ര കാലം അടക്കി നിർത്താൻ പറ്റും? പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ. ആളുകളുടെ ഒക്കെ തലതിരിഞ്ഞു പോയി. ഹോട്ടൽ അടുത്തൊന്നും തുറക്കാൻ പറ്റും തോന്നില്ല. ഞാൻ വീട്ടിലേക്ക് പോകാൻ പോന്ന്. മജീദിനൊരു കത്തുണ്ട്. പോസ്റ്റ്മാൻ തന്നാ ഞാൻ പൊക്ക ഇതങ്ങോട്ട് കൊടുക്ക. നാട്ടിൽ നിന്നായിരിക്കും. തമ്പി, തമ്പി,
भैया തമ്പി भैया അവർ പ്രഫുല്ലെ എന്തുണ്ടായി? അവർ 5-6 പേരുണ്ടായിരുന്നു. കത്തിയും വാളുമായി അവർ പ്രഫുല്ലെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. എങ്ങോട്ട്? തെരിയില്ല തമ്പി, വാങ്ങ. അറിയാതെ നമുക്ക് പോയി നോക്കാം. തമ്പി പാത്തി വാങ്ങ തമ്പി. அங்க பாருங்க தம்பி, ப்ரொஃபைல கொல்ல பாக்குறாங்க. சீக்கிரமா போங்க தம்பி, சீக்கிரமா போங்க. வாங்க வாங்க தம்பி, பாத்து பிடிங்க. ശബനം നീ ഇറങ്ങണ്ട. நீங்க இல்ல भैया ഇറങ്ങണ്ടെന്നല്ലേ പറഞ്ഞു? ஐயோ குத்தாண்டவா. ஏய் 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 चढ़े जाओ. ஏய் கோரேஷ்மா விடுங்கடா. பாருங்க தம்பி, ஒண்ணு இல்ல. இந்த மாதிரி அநியாயம் பண்றாங்க. இது காப்பாத்துக்க யாருமே. ஏந்திருங்க தம்பி, ஏந்திருங்க. புடி தம்பி. तुम्हार खोलो प्रफुल. ஐயோ பாத்து பாத்து. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. നിങ്ങൾ പോയിക്കോ. മതത്തിന്റെ പേരിൽ തമ്മിൽ തെല്ലുന്ന അക്രമികളുടെ കയ്യിൽപ്പെടാതെ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കുക. മജീദ് ഭായിക്ക് ഞങ്ങളുടെ കൂടെ വരാമല്ലോ. പ്രതീക്ഷിക്കാത്ത യാത്രകളാണ് എൻ്റെ ജീവിതം. അത് തുടർന്നേ മതിയാവും. நீங்க ஊருக்கு திரும்பி போங்க. അവിടെ സുഹറ കാത്തിരിക്കല്ലേ? അമീൻ സാഹിബ് പറയാറുള്ളത് പോലെ അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ് അനന്തമായ സമയമുള്ളത്. സുഹറയുമൊത്ത് യാത്ര ചെയ്യാൻ എനിക്ക് സമയം അനുവദിച്ചിട്ടില്ല. സാധാരണ ഉമ്മ പറഞ്ഞു കൊടുത്ത സുഹറയാണ് കത്തെഴുതാറ്. ഇത്തവണ നാട്ടിലെ വിശേഷങ്ങൾ അറിയിച്ച് നിന്നെ വിഷമിപ്പിക്കരുതെന്ന് സൂറ പ്രത്യേകം പറയുമായിരുന്നു. അതാണ് ഇതുവരെ എഴുത്ത് വിടാതിരുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് സൂറ സൂക്കേടായിട്ട് കിടപ്പിലായിരുന്നു. ചികിത്സിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ മകനെ മിഞ്ഞാന്ന് വെളുപ്പിന് നമ്മുടെ സൂറ മരിച്ചു. അവിടെ വീട്ടിൽ കിടന്ന് എൻ്റെ മടിയിൽ തലവെച്ച് മരിക്കുന്നതിന് മുമ്പ് നിന്റെ പേര് പറഞ്ഞ് നീ വന്നാ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. എല്ലാം അല്ലാഹുവിൻ്റെ വിധി. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന തുണയും സഹായവും അങ്ങനെ പോയി. ഇനി അല്ലാഹു കഴിഞ്ഞ പിന്നെ നീയാണുള്ളത്. ഞാനൊരു വട്ടം പറയട്ടെ? പറയ് സൂറ. അത് ഞാൻ